അപ്പൊ ഈ ശാസ്താവ് ചാത്തനാകുമോ എന്നാണ് അടുത്ത ചോദ്യം. പഴയ മലയാളത്തിൽ ഷ എന്നൊരക്ഷരമില്ല. ശാസ്താവിനെ ചാത്താവാക്കി അതിനെ കുട്ടിയാക്കി, അങ്ങനെ കുട്ടിചാത്തനാക്കി. എന്തുകൊണ്ടായിരിക്കാം അവിടേക്ക് സ്ത്രീ പ്രവേശനം പാടില്ല എന്നൊരു കാര്യം വന്നത്? ശാസ്താവ് ബുദ്ധനാണ് എന്ന് അമരകോശത്തിൽ പറയുന്നുണ്ട്. 7-ാം നൂറ്റാണ്ടാണ് അമരകോശത്തിന്റെ ഒരു കാലം. അതിനകത്ത് ബുദ്ധന് 15 പര്യായങ്ങൾ പറയുന്നതിൽ ഒന്ന് ശാസ്താവ്. അങ്ങനെയാണ് ശാസ്താവ് ചാത്താവായി ചാത്തനായി മാറിയത്. ചാത്താവ് എന്നൊരു പ്രയോഗം തന്നെ തെക്കോട്ടുണ്ട്. അയ്യപ്പൻ എങ്ങനെ വന്നു എന്നുള്ളതായിരിക്കും ചോദ്യം. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക്, കാരണം നമ്മൾ കേട്ടിട്ടുള്ള അയ്യപ്പൻ എന്ന് പറയുന്നത് പന്തള രാജവംശവുമായി കണക്ട് ചെയ്തിട്ടുള്ള. എന്നാൽ മൂന്നാമത് അതിശക്തിയായ മറ്റൊരെണ്ണം ഉണ്ടായിരുന്നു, കേരളമാകെ വ്യാപിച്ചിരുന്ന ഒരെണ്ണം. അതിന്റെ പേരാണ് മന്ത്രയാനം. എന്താ മന്ത്രയാനം? ഈ വന്ന കൂട്ടത്തിൽ ഭാഷ വന്നു, വിശ്വാസം വന്നു, ദേവനും വന്നു. അങ്ങനെ വന്ന ദേവനാണ് മനുഷ്യന്റെ സ്ഥായിയായ ഭാവം എന്ന് പറയുന്ന ദുഃഖമാണ്. അവൻ കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത്, ആളുകളെ കരയിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. അപ്പൊ ദുഃഖം സ്ഥായിയാണ്. അവന്റെ ജീവിതത്തിൽ നിരന്തരം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ദുഃഖം എന്ന വികാരമാണ്. നമ്മളോടൊപ്പം എന്നുള്ളത് ചരിത്രകാരനായിട്ടുള്ള വെള്ളനാട് രാമചന്ദ്രൻ സാറാണ്. നമസ്കാരം സാർ. നമസ്കാരം. സാറിനോട് എനിക്ക് ചോദിക്കാനുള്ളത് ആദ്യം തന്നെ ശബരിമലയെ സംബന്ധിച്ചിട്ടാണ്. ചാത്തൻ അതേപോലെ ശാസ്താവ്, ഈ ഒരു കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും ഒരു പല ഡയമെൻഷൻസിൽ പലരും പറഞ്ഞു കേൾക്കുന്ന കാര്യമാണ്. ഒരു ചരിത്രകാരൻ എന്ന നിലയിൽ സാർ എനിക്കൊന്ന് വിശദമാക്കി തരുമോ? ഇത് തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അത് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നമുക്ക് ഉപയോഗിക്കുന്ന ലിംഗ്വിസ്റ്റിക് ആർക്കിയോളജിയാണ്, ഭാഷാപുരാശാസ്ത്രം. അപ്പോ ശാസ്താവ് ബുദ്ധനാണ് എന്ന് അമരകോശത്തിൽ പറയുന്നുണ്ട്. 7-ാം നൂറ്റാണ്ടാണ് അമരകോശത്തിന്റെ ഒരു കാലം. അമരസിംഹൻ എഴുതിയ അതിനകത്ത് ബുദ്ധന് 15 പര്യായങ്ങൾ പറയുന്നതിൽ ഒന്ന് ശാസ്താവാണ്. അപ്പൊ ഈ ശാസ്താവ് ചാത്തനാകുമോ എന്നാണ് അടുത്ത ചോദ്യം. പഴയ മലയാളത്തിൽ ഷ എന്നൊരക്ഷരമില്ല. 30 അക്ഷരങ്ങളേ ഉള്ളൂ. നമ്മൾ 49, 51 തർക്കമുണ്ട്. എങ്കിലും ഈ ഒരു അക്ഷരമാല അല്ല അന്ന് അവിടെ നമുക്കുണ്ടായിരുന്നു. സ്വരാക്ഷരങ്ങളെല്ലാം ഉണ്ട്. അത് കഴിഞ്ഞ് ക, ങ, ച, ഞ, പ, മ, ഡ, ണ, അങ്ങനെ പിന്നെ കരവും അനുനാസികവും മാത്രമേ ഉള്ളൂ. അധികരം, മൃദു, ഘോഷം തുടങ്ങിയ അക്ഷരങ്ങളില്ല. അതുപോലെ തന്നെ ഷ, ഷ, സ, ഹ ഈ 4 അക്ഷരങ്ങൾ നമുക്കില്ല. അപ്പോ ആ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ശാസ്താവിന് പകരം ഷ ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ച ആ സ്ഥാനത്ത് വന്നത്. അങ്ങനെയാണ് ശാസ്താവ് ചാത്താവായി ചാത്തനായി മാറിയത്. ചാത്താവ് എന്നൊരു പ്രയോഗം തന്നെ തെക്കോട്ടുണ്ട്. അതായത് കൊല്ലം, തിരുവനന്തപുരം തുടങ്ങിയ ഭാഗങ്ങളിൽ ചാത്താവ് എന്ന് തന്നെ പറയാറുണ്ട്. അപ്പോൾ നമ്മുടെ ഇപ്പോൾ തിരുവനന്തപുരം, കൊല്ലം ഭാഗത്തുള്ള ആദിവാസി സമൂഹങ്ങളിലൊന്നാണ് കാണിക്കാറ്. അവര് ശാസ്താവ് എന്നല്ല പറഞ്ഞ ചാത്താവെന്നാണ്. അവരുടെ ആരാധനാമൂർത്തികളിലൊന്ന് ചാത്താവാണ്. അപ്പൊ അതുകൊണ്ട് ഇത് ശരിക്കും ബുദ്ധ പാരമ്പര്യമാണ് എന്ന് മാത്രമേ അതിനകത്ത് നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. ശാസ്താവിനെയും ചാത്തനെയും നമ്മൾ ഉൾക്കൊള്ളുന്നു. പക്ഷേ ബുദ്ധൻ എന്ത് പറഞ്ഞുവോ അതിനെ അപ്പടി അനുസരിക്കുന്നവരോ അതുപോലെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടു പോകുന്നവരോ ഇവരല്ല എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം. അതിൽ വളരെ പ്രധാനമായ ഒരു വലിയ പ്രശ്നമുള്ളത് എന്താന്ന് വെച്ചാൽ, ബുദ്ധമതത്തിന് നമ്മൾ സാധാരണ പറയുന്നതിന് 2 കൈവഴികളേ ഉള്ളൂ എന്നാണ്, മഹായാനവും ഥേരവാദവും. എന്നാൽ മൂന്നാമത് അതിശക്തിയായ മറ്റൊരെണ്ണം ഉണ്ടായിരുന്നു, കേരളമാകെ വ്യാപിച്ചിരുന്ന ഒരെണ്ണം. അതിന്റെ പേരാണ് മന്ത്രയാനം. എന്താ മന്ത്രയാനം? മന്ത്രയാനം എന്ന് പറഞ്ഞാൽ ബുദ്ധൻ എന്തെല്ലാം ചെയ്യരുത് എന്ന് പറഞ്ഞോ അതെല്ലാം ചെയ്തവരാ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ നമ്മള് സംബന്ധിച്ചിടത്തോളം ഇതുണ്ടല്ലോ, ഈ വ്യഭിചാരം അരുത് എന്ന് ബുദ്ധൻ പറഞ്ഞു എങ്കിൽ അത് എന്താണെന്ന് അറിഞ്ഞതിന് ശേഷം അതിനെ നിരോധിക്കുക എന്നുള്ളതാണ്. പഞ്ചമകാര പൂജയ്ക്ക് അവരിൽ വരുന്നതാണ് മന്ത്രവാദം. ബുദ്ധൻ മന്ത്രവാദത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളല്ല, മന്ത്രവാദത്തിനെ തള്ളിപ്പറഞ്ഞ ഒരാളാണ്. പക്ഷെ മന്ത്രവാദത്തിനെ ഇവര് ഒരു ഇതാക്കി മാറ്റിയത്, ഒരു ഉപജീവന മാർഗമായി മാറ്റിയതായി 14-ാം നൂറ്റാണ്ടിലെ ഉണ്ണുനൂൽ സന്ദേശത്തിൽ കാണാം.
ക്ഷപണകൻ എന്നാണ് അതിനകത്ത് ബുദ്ധ സന്യാസിമാരെ ബുദ്ധഭിക്ഷുക്കളെ പറയുന്നത്. ക്ഷപണകൻ എന്നാണ്. ഈ ചന്തയിൽ ചെന്നിരുന്ന് മാർക്കറ്റിൽ, പബ്ലിക് മാർക്കറ്റിൽ ചെന്നിരുന്ന് ഭാവി ഫലം പ്രവചിച്ച് മന്ത്രവാദം നടത്തി ഉപജീവനം കഴിക്കുന്ന ക്ഷപണകന്മാരെ ആക്ഷേപഹാസ്യത്തോടു കൂടി അതിനകത്ത് അവതരിപ്പിച്ചു 14ാം നൂറ്റാണ്ടിലൊക്കെ. അപ്പൊ അത്തരത്തിലേക്ക് ബുദ്ധമതം അധപ്പതിച്ചു എന്നുള്ളതാണ് എൻ്റെ ഒരു കാര്യം. അതുപോലെ തന്നെയാണ് ഈ കുട്ടിച്ചാത്തൻ എന്ന് പറയും. അപ്പൊ നമുക്ക് ദൈവത്തിനെ മനുഷ്യരെയൊക്കെ ചെറുതായി കാണാൻ, കുട്ടികളായി കാണാൻ ഇഷ്ടമാണ്. കൃഷ്ണൻ നമ്മൾ ബാലകൃഷ്ണനായി കാണാൻ ഇഷ്ടമാണ്, ഉണ്ണികൃഷ്ണനായി കാണാൻ നമുക്ക് ഇഷ്ടമാണ്, ബാലശങ്കർ, ബാലരാമൻ, അതുപോലെ തന്നെ ഗോവിന്ദൻകുട്ടി, രാമൻകുട്ടി, കൃഷ്ണൻകുട്ടി എല്ലാം കുട്ടികളായും ബാലനായി കാണാൻ. അതുപോലെയാണ് നമ്മൾ ശാസ്താവിനെ ചാത്താവാക്കി, അതിനെ കുട്ടിയാക്കി, അങ്ങനെ കുട്ടിച്ചാത്തനാക്കി. അപ്പൊ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു നമ്മുടെ മനസ്സിന്റെ ഒരു ഇതാണ്. എപ്പോഴും കുട്ടിയായി കാണാൻ, ദൈവത്തിനെയും കുഞ്ഞുങ്ങളെയും കുട്ടികളായി കാണാൻ. അപ്പൊ ഈ കുട്ടി വളർന്ന് വലുതായാലും കൃഷ്ണൻകുട്ടി എന്ന് 1 വയസ്സുള്ളപ്പോ പേരിട്ടാൽ 99 വയസ്സാകുമ്പോൾ അയാള് കുട്ടി തന്നെയാണ്. അപ്പൊ അത്തരത്തിലാണ് ഈ കുട്ടിച്ചാത്തനും ഒക്കെ രൂപപ്പെട്ടു വന്നത്. ഒരു മാനസികമായ ഒരു നമ്മുടെ ഒരു സങ്കല്പമാണ്. അങ്ങനെ വാമൊഴിയിലൂടെ രൂപപ്പെട്ടതാണോ ശാസ്ത്രനായി മാറുന്ന വാമൊഴി മാത്രമല്ല, ലിംഗ്വിസ്റ്റിക് ആർക്കോളജി അതിനകത്തുണ്ട്. അങ്ങനെ ഒരു അക്ഷരമില്ലല്ലോ. ഷ എന്ന് പറയുന്ന ഒരു അക്ഷരം കൂടി നമുക്ക് ഇല്ലാത്തത് കൊണ്ട് ഷായ്ക്ക് പകരം ആ സ്ഥാനത്ത് ച വന്നു എന്നുള്ളതേ ഉള്ളൂ. അങ്ങനെയാണ് അത് രൂപപ്പെട്ടു വന്നത്. അപ്പൊ ഇതിനകത്തില് തന്നെ എന്തുകൊണ്ടായിരിക്കാം അവിടേക്ക് സ്ത്രീ പ്രവേശനം പാടില്ല എന്നൊരു കാര്യം വന്നത്? സ്ത്രീ പ്രവേശനം പാടില്ല എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി പുറകോട്ട് പോകണം. അതായത് ഈ വൈദിക സംസ്കൃതി നമുക്കറിയാം. വൈദിക സംസ്കൃതിയിൽ ഈ യാഗമാണ് അതിൻ്റെ അകത്തൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം എന്ന് പറയും. ഈ യാഗത്തിൽ നമുക്ക് നിരവധി മൃഗങ്ങളെ കശാപ്പിക്കേണ്ടി. ഒന്നും 1970 നമ്മൾ തൃശ്ശൂര് പാഞ്ഞാളിൽ നടത്ത യാഗത്തിനകത്ത് 13 ആടുകളെ ആണ് കശാപ്പ് ചെയ്യേണ്ടി വന്നത്. അപ്പൊ അതിനെതിരെ ഒരു മൃഗസ്നേഹികളുടെ ഒരു പ്രകടനമൊക്കെ നടന്നു. അതിന്റെ പേരിൽ അവസാനം ഈ ആടുകളെ കശാപ്പ് ചെയ്യണ്ട, അതിനുവരെ പിഷ്ടപ്പശു എന്ന് പറഞ്ഞാൽ അരിമാവ് കൊണ്ട് യാഗപ്പശുവിനെ ഉണ്ടാക്കി അതിൽ ഹോമിക്കുക എന്ന് പറയുന്ന സമ്പ്രദായം. അപ്പൊ ഈ പശുക്കളെ, അല്ലെങ്കിൽ പണ്ട് ആയിരക്കണക്കിന് യാഗങ്ങൾ നടന്നിരുന്നു. അപ്പൊ സമൂഹത്തിൽ ശ്രേഷ്ഠത കിട്ടാൻ യാഗങ്ങൾ നടത്തിക്കുകയോ ചെയ്യേണ്ടതുണ്ടായിരുന്നു അന്ന്. അങ്ങനെ സങ്കല്പം ഉണ്ടായിരുന്നു. ഇന്ന് ഏറ്റവും കൂടുതൽ കവിത എഴുതുന്നവൻ മഹാകവിയാകുന്നത് പോലെ അന്ന് ഏറ്റവും കൂടുതൽ യാഗം നടത്തുന്നവരാണ് സമൂഹത്തിൽ ശ്രേഷ്ഠരായി മാറുക. പക്ഷെ ഈ മൃഗങ്ങളെ ആരാണ് ചെയ്യേണ്ടത്, കൊടുക്കേണ്ടത്? ഇപ്പൊ ബ്രാഹ്മണരാണ് ഇത് ചെയ്യുക. അപ്പൊ അവരെ സംബന്ധിച്ചുള്ള അവർക്ക് ഈ പശു വളർത്തൽ അവരുടെ തൊഴിലല്ല. പിന്നെ ഇത് നടത്തിക്കുന്ന രാജാവാണ്. അദ്ദേഹത്തിന് ഈ പശു വളർത്തൽ ഒരു തൊഴിലായോ അങ്ങനെയൊന്നും അദ്ദേഹം സ്വീകരിച്ചിരുന്നില്ല. പിന്നെ ഇത് കൊടുക്കാൻ ശേഷിയുള്ള 3ാം വർഗമായ കച്ചവടക്കാരെ. അപ്പൊ കച്ചവടക്കാര് ഇത് ഈ 99 യാഗമൊക്കെ നടത്തിയ വരരുചിയെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നു. അപ്പൊ അതുകൊണ്ട് അവരെന്ത് ചെയ്തു? ഈ കച്ചവടക്കാര് യാഗവിരുദ്ധരായ ജൈനരോടും ബുദ്ധമതക്കാരോടും അടുപ്പം കാണിച്ചു. അങ്ങനെ സ്വാഭാവികമായി ഇവര് ബുദ്ധമതത്തിന്റെ അനുയായികളായി നല്ലൊരു ശതമാനം കച്ചവടക്കാർ അക്കാലത്ത് മാറി. കാര്യം കച്ചവടക്കാരന്റെ ഒരു പ്രാഥമികമായ ലക്ഷ്യം എന്ന് പറയുന്ന ലാഭമാണല്ലോ. അപ്പൊ അവര് വിശ്വാസത്തിന്റെ അടിസ്ഥാനമല്ല ഇത്. അവരെ സംബന്ധിച്ചുള്ള കച്ചവടത്തിലെ ലാഭം എന്ന് പറയുന്നത് ആണ് അവരുടെ പ്രാഥമികമായ ലക്ഷ്യം. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്തു? ഈ ബുദ്ധമതത്തിലേക്കും ജൈനമതത്തിലേക്കും ഒക്കെ കണ്ടമാനം കുടിയേറുകയുണ്ടായി. അപ്പൊ ഈ കച്ചവടക്കാർ ഇപ്പൊ കേരളത്തിനെ സംബന്ധിച്ച കേരളത്തിൽ അങ്ങനെ ഒരു ശക്തമായ കച്ചവട സമൂഹം ഒന്നും രൂപപ്പെട്ടിരുന്നൊന്നുമില്ല. പക്ഷേ നിരവധി കച്ചവട സമൂഹം കേരളത്തിൽ വന്നിരുന്ന ഒരു പ്രധാന കാരണം ഇവിടുത്തെ സുഗന്ധ വ്യഞ്ജനങ്ങളാണ്. വളരെ പ്രധാനമായും കുരുമുളക്, യവനപ്രിയ എന്നൊക്കെയാണ് ഇതിന് പറഞ്ഞത്. അതായത് 2ാം നൂറ്റാണ്ടിലെ ടോളമി പറയുന്നത്, അദ്ദേഹത്തിന്റെ കുറിപ്പില് 2ാം നൂറ്റാണ്ട് അദ്ദേഹം പറയുന്നത് റോമാ സാമ്രാജ്യം തന്നെ നശിക്കുമെന്നാണ്. ഈ കുരുമുളകിനോടുള്ള അത്യാർത്തി കാരണം റോമാ സാമ്രാജ്യം തകർന്നു പോകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അത്ര കണ്ട് ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു സാധനമായിരുന്നു ഈ കുരുമുളക്. ഈ കുരുമുളക് വാങ്ങുന്നതിന് വേണ്ടി വിദേശികളും സ്വദേശികളും എത്തി. അക്കൂട്ടത്തിലാണ് വടക്കേ ഇന്ത്യൻ കച്ചവടക്കാർ, തമിഴ് കച്ചവടക്കാർ, പാണ്ഡ്യ കച്ചവടക്കാർ, ഇവരെല്ലാം കേരളത്തിലേക്ക് കുരുമുളകിന് വേണ്ടി വന്നു. അപ്പൊ വിദേശികളൊക്കെ വന്ന കടൽ വഴിയാണ്. പക്ഷെ നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രയിൽ നിന്നൊക്കെ വന്ന കച്ചവടക്കാര്
കരവഴി നമ്മുടെ പിന്നെ പശ്ചിമഘട്ടം മുറിച്ചിറങ്ങുകയാണ് ചെയ്തത്. ആ മുറിച്ചിറങ്ങിയപ്പോൾ സ്വാഭാവികമായും ഇവരവരുടെ ദേവതകളെയും കൂടെ കൊണ്ടുവരും. അതിന് പൊതുവെ പഴയ രേഖകളിലൊക്കെ കാണിക്കുന്ന വണികച്ചാർത്തുകൾ എന്ന് പറഞ്ഞ കച്ചവട സംഘങ്ങളായി, ഒറ്റ കച്ചവടക്കാരല്ല അവർ വരിക. 5000-6000 പിന്നെ ആളുകൾ വരെ ഒന്നിച്ചു വന്ന കച്ചവട സംഘങ്ങളുണ്ട്. അതിന് കാരണം ഈ കൊള്ളയടി, മോഷണം, പിടിച്ചുപറി, കയ്യേറ്റങ്ങൾ ഇതിനെയൊക്കെ ചെറുക്കുന്നതിന് വേണ്ടിയാണ്. അപ്പൊ ഈ വരുന്നവരുടെ കൂടെ തന്നെ സന്യാസിമാരുണ്ടാവും. കാരണം ഇവർ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടായാൽ ഈ സന്യാസിമാരായിരിക്കും മധ്യസ്ഥനായി വരിക, അങ്ങനെ ഉണ്ടാവും. പിന്നെ ഈ ചരക്ക് കൊണ്ടുവരുന്നത് കാളപ്പുറത്താണ്. അതിന്റെ കാരണം കഴുത നമ്മുടെ കാലാവസ്ഥയിൽ ചേരുന്നതല്ല. കാരണം ഇവിടെ 2 മൺസൂണാണ്. ഈ 2 മൺസൂൺ ഈർപ്പം കൂടുതലാണ്. കഴുതയെ സംബന്ധിച്ചിടത്തോളം കഴുതയ്ക്ക് ഒട്ടകത്തിന് അങ്ങനെയൊക്കെ ചില പ്രശ്നങ്ങളുണ്ട്. സ്കിൻ ഡിസീസ് വളരെ പെട്ടെന്ന് വരും. അതുകൊണ്ട് ഇവിടെ എല്ലാ കാലാവസ്ഥയിൽ ചേരുന്ന ഒരു മൃഗമാണ് കാള. അപ്പൊ ആരോഗ്യമുള്ള കാളയുടെ 2 വശത്തായി തുല്യഭാരമുള്ള ചരക്കുകൾ കെട്ടി ഇട്ടാണ് അവർ വരിക. അങ്ങനെ പറ്റമായി ഇവിടെ കച്ചവടം നടത്തി വന്നിരുന്നു. അപ്പോ സ്വാഭാവികമായും അവർ വരുമ്പോൾ അവരോടൊപ്പം അവരുടെ ദേവതകളും അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ ഭാഷകളൊക്കെ വരും. കേരളത്തെ നമ്മൾ ഇന്ന് ഉപയോഗിക്കുന്ന മലയാള ഭാഷയിൽ 5000-ഓളം പദങ്ങളുണ്ട് എന്നാണ്, വിദേശ പദങ്ങൾ. അതൊക്കെ കച്ചവടക്കാർ വഴി കുടിയേറിയതാണ്. അപ്പൊ ഈ വന്ന കൂട്ടത്തിൽ ഭാഷ വന്നു, വിശ്വാസം വന്നു, ദേവനും വന്നു. അങ്ങനെ വന്ന ദേവനാണ് അയ്യപ്പൻ, ചാത്തൻ, ശാസ്താവ്. മനസ്സിലായില്ലേ? അപ്പൊ ചോദിക്കാം. അപ്പൊ ഇതിന്റെ അടുത്തൊരു ചോദ്യം ഞാൻ പ്രതീക്ഷിക്കുന്നു, അയ്യപ്പൻ എങ്ങനെ വന്നു എന്നുള്ളതായിരിക്കും ചോദ്യം. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക്, കാരണം നമ്മൾ കേട്ടിട്ടുള്ള അയ്യപ്പൻ എന്ന് പറയുന്നത് പന്തള രാജവംശവുമായി കണക്ട് ചെയ്തിട്ടുള്ള ആ കഥകളിലൂടെയാണ് അയ്യപ്പനെ നമുക്ക് സുപരിചിതമായിട്ടുള്ളത്. ചാത്തൻ എന്ന് പറയുന്നത് അപ്പോഴും ഒരു അജ്ഞാതമായി നിൽക്കുന്ന ഒരു മിത്ത് എന്ന രീതിയിൽ തന്നെയാണ് ചാത്തനും ശാസ്ത്രവും കൂടെ ചേർത്ത് പറയുമ്പോൾ പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പൊ ഇവിടെ ഞാൻ തിരിച്ചൊരു ചോദ്യം ചോദിക്കുന്നു. പന്തളവുമായി ബന്ധപ്പെട്ട് നമ്മളെ ശബരിമല അയ്യപ്പൻ അവിടെ ഇരിക്കുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഏതാണ്ട് 1000-ലേറെ അയ്യപ്പൻ കാവുകളും അയ്യപ്പന്മാരും ഉണ്ട്. ആ അയ്യപ്പനോ അത് പ്രതിരൂപങ്ങളായിരിക്കാം, ചില പ്രതിരൂപങ്ങൾ എന്ന രീതിയിൽ പുനഃസൃഷ്ടിച്ചതാവില്ലേ? ഇതിന്റെ പ്രതിരൂപങ്ങളായി പുനഃസൃഷ്ടിച്ചത് ആകാം എന്നാണ് മറ്റൊരു കാര്യം. പക്ഷേ ഈ അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം, നമ്മൾ ഇന്ന് കാണുന്ന അയ്യപ്പനെ സംബന്ധിച്ചിടത്തോളം ഒരു 300 കൊല്ലത്തിന് മുമ്പ് ഒരു വർഷത്തിൽ 100-ന് താഴെ ആളുകളെ അവിടെ പോയിരുന്നുള്ളൂ എന്ന് പഴയ രേഖകളുണ്ട്. ബ്രിട്ടീഷുകാർ തന്നെ രേഖപ്പെടുത്തി. അപ്പൊ അത്ര പ്രാമുഖ്യമുള്ളൊരു ക്ഷേത്രമൊന്നും ആയിരുന്നില്ല അത്. ഇപ്പൊ നമ്മൾ ഇന്നത്തെ ഗുരുവായൂർ, ഈ ഗുരുവായൂർ അപ്പന്മാർ ഒരുപാടൊന്നുമല്ല, ഒരൊറ്റ ഗുരുവായൂരപ്പനേ ഉള്ളൂ. ആറ്റുകാൽ ക്ഷേത്രം, ആറ്റുകാൽ വളരെ പ്രസിദ്ധ, ആറ്റുകാലമ്മ ഒന്നേ ഉള്ളൂ. അപ്പൊ അങ്ങനെ വിചാരിക്കാൻ പറ്റില്ല. അതിനേക്കാൾ നമുക്ക് യുക്തിസഹം എന്ന് പറയുന്നത് അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പൊതുദേവതയാണ് എന്നുള്ളത്. അതുകൊണ്ട് അയ്യപ്പൻ ഇപ്പൊ വിഷ്ണു പൊതുദേവതയാണ്. വിഷ്ണു ഒരു നിരവധി വിഷ്ണു ക്ഷേത്രങ്ങൾ, ശിവൻ ഇഷ്ടം പോലെ, ദേവി ഇഷ്ടം പോലെ, ഭദ്രകാളി അതിലേറെ. അപ്പൊ അത് പൊതുദേവതയാണ്. അയ്യപ്പനെ ഒരു പൊതുദേവതയായി നമ്മൾ കാണുക എന്നുള്ളതാണ്. അയ്യപ്പനെ പന്തളത്തിലേക്ക് ഒതുക്കി ഒരു കഥ സൃഷ്ടിക്കേണ്ട ചില ആളുകളുടെ ആവശ്യമാണ്. നമ്മൾ അതിലേക്കല്ല വരുന്നത്. നമ്മൾ ചരിത്രത്തിനെ ചർച്ച ചെയ്യുമ്പോഴത്തേക്കിന് ആ ചരിത്രം തന്നെ, അതിന്റെ സത്യത്തിലേക്ക് തന്നെ, യുക്തിയിലേക്ക് തന്നെ നമ്മൾ പോകേണ്ടതുണ്ട്. അപ്പൊ ഇവിടെ ഈ ഞാൻ നേരത്തെ പറയും, നമ്മളിപ്പോ ശാസ്താവ് എന്ന് പറയുന്നത് ശാസിക്കുന്നവനാണ് ശാസ്താവ്, മഹാഗുരുവാണ്. അപ്പൊ ബുദ്ധനെ മഹാഗുരുവായിട്ടാണ് കണ്ടത്. അപ്പൊ ബുദ്ധൻ എന്താണ് ശാസിച്ചത്? ബുദ്ധൻ ആദ്യം കണ്ടെത്തിയ ഇതാണ്, മനുഷ്യന്റെ സ്ഥായിയായ ഭാവം എന്ന് പറയുന്നത് ദുഃഖമാണ്. അവൻ കരഞ്ഞുകൊണ്ടാണ് ജനിക്കുന്നത്, ആളുകളെ കരയിച്ചുകൊണ്ടാണ് മരിക്കുന്നത്. അപ്പൊ ദുഃഖം സ്ഥായിയാണ്. അവന്റെ ജീവിതത്തിൽ നിരന്തരം ഏറ്റവും കൂടുതൽ അവൻ അനുഭവിക്കുന്ന ദുഃഖം എന്ന വികാരമാണ്. അതിനൊരു കാരണമുണ്ട്.